തരിയോട് കമ്പനിക്കുന്ന് പോയിൽ തയ്യിൽ ഉന്നതികളിൽ വെള്ളം കയറിയിട്ടുണ്ട്. വീട്ടിലേക്ക് വെള്ളം കയറിയതിനെ തുടർന്ന് കിടപ്പ് രോഗിയെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതിലേക്ക് വിവരങ്ങളുമായി ലിൻഡോ തോമസ് ആണ് അവിടെ നിന്ന് ചേരുന്നത്. ലിൻഡോ, രണ്ട് ഉന്നതികളിലല്ലേ ഇപ്പോൾ വെള്ളം കയറിയിരിക്കുന്നത്? ഇവിടെയൊക്കെ ഒരുപാട് ആളുകൾ താമസിക്കുന്ന ഇടമാണോ? ഇവരുടെയൊക്കെ വീടുകൾക്കൊക്കെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടോ? ആർക്കെങ്കിലും പരിക്കുകൾ പറ്റിയിട്ടുണ്ടോ? എന്താണ് വിവരങ്ങൾ? ശ്യാമലി, ഇന്നലെ രാത്രി മുതൽ വലിയ മഴ രീതിയിലുള്ള തുടർച്ചയായിട്ടുള്ള മഴയാണ് വയനാട് ജില്ലയിലും അനുഭവപ്പെടുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ മാനന്തവാടി തരിയോട് മേഖലയിൽ 3 ഉന്നതികളിലാണ് ഇപ്പോൾ ഈ വെള്ളം കയറിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ കാവുമ്പന്തം പുഴയോട് ചേർന്ന് കിടക്കുന്ന 3 ഉന്നതികളിലാണ് ഈ വെള്ളം കയറിയിരിക്കുന്നത്. ഈ പുഴയോട് ചേർന്ന് കിടക്കുന്ന പൊയിൽ ഉന്നതിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഈ വീടുകളിലേക്ക് വെള്ളം കയറുന്ന അവസ്ഥയിലേക്ക് മുറ്റം മുഴുവൻ വെള്ളമായിട്ടുണ്ട്. ഇവരുടെ റോഡുകളിലെല്ലാം വെള്ളമായിട്ടുണ്ട്. ഇവിടെ നിന്നും 6 കുടുംബങ്ങളാണ് ഉണ്ടായിരുന്നത്. ഭൂരിപക്ഷം ആളുകളെയും അല്പസമയം മുമ്പ് തന്നെ ഈ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. തയ്യിൽ പൊയിൽ ഉന്നതികളിലാണ് ഈ വീടുകളിലേക്ക് വെള്ളം കയറിയത്. കൂടാതെ കമ്പനി പടി ഉന്നതിയിലും വെള്ളം കയറിയിട്ടുണ്ട്. ഇന്നലെ രാത്രി മുതൽ വലിയ മഴയാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. തുടർച്ചയായി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കുടുംബങ്ങളിലൊക്കെ തന്നെ കിടപ്പ് രോഗികൾ, വൃദ്ധർ, കുട്ടികളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇവരെയൊക്കെ അല്പസമയം മുമ്പാണ് ഇപ്പോൾ ഈ തൊട്ടടുത്തുള്ള GLP തരിയോട് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയത്. ചേട്ടാ, എപ്പോൾ തൊട്ടാണ് ഈ മഴ പെയ്യാൻ തുടങ്ങിയത്? ഇന്നലെ തൊട്ട്. അതെ. മാറുന്നുണ്ട്. മഴ കൂടുകയാണ്. എന്താ ഇങ്ങനെ നിൽക്കുന്നത്? അല്ല, മഴ ഇനിയിപ്പോ ഇങ്ങനെ കൂടിക്കൊണ്ടൊക്കെയാണെങ്കിൽ കുറെ ആൾക്കാരെ ഇപ്പൊ രാവിലെ മാറ്റിയിട്ടുള്ളൂ. അപ്പോൾ കുറച്ചും കൂടി ആൾക്കാരെ മാറ്റാണ്ട്. അപ്പോൾ മാറ്റി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇവിടുന്ന് പോകും. ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ആളുകളെ മാറ്റുന്നുണ്ട്. ചിലർ പക്ഷേ ചില കുടുംബങ്ങൾ ഇവിടുന്ന് മാറാനുള്ളൊരു വിസമ്മതം കാണിക്കുന്നുണ്ട്. എന്തായാലും ഈ തുടർച്ചയായുള്ള മഴ കാരണം ഈ വയനാട് ജില്ലയിലും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. എന്തായാലും വലിയ രീതിയിലുള്ള അനിഷ്ട സംഭവങ്ങളൊന്നും ഇതുവരെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിലും കബനിപ്പുഴയിലും പനമരം പുഴയിലും അടക്കം വലിയ രീതിയിൽ ജലനിരപ്പ് ഉയരുന്നുണ്ട്. മഴ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ശ്യാമിലി. ശരി, ലിൻഡോ വയനാട്ടിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.